ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്യാൻബറൻ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കിച്ചൺ ടൂറും അതുപോലെ തന്നെ കിച്ചൺ ഓർഗനൈസേഷനും കാര്യങ്ങളും ഒക്കെ കാണിക്കാവുമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കിച്ചൺ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ. ആദ്യമേ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ ഞാൻ പറയാം. ഇതൊരു ഓപ്പൺ കിച്ചണാണ്. ഇവിടെ കൂടുതലും വീടുകൾക്കെല്ലാം തന്നെ ഓപ്പൺ കിച്ചണാണ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലുമൊക്കെ ഓപ്പൺ കിച്ചൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലിവിങ് ഏരിയയിലാണ്, ഒരു മെയിൻ ലിവിങ് ഏരിയയിലാണ് നമ്മൾ ഈ കിച്ചൺ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഗസ്റ്റൊക്കെ വന്നാലും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇരിപ്പുണ്ടെങ്കിലും നമുക്ക് അവരോടൊക്കെ ചേർന്ന് കുക്കിംഗ് ചെയ്യാം. അതുപോലെ ടി വി കാണണമെങ്കിൽ ടി വി കാണാം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നടക്കും. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ പോലെ നമുക്കൊരു സെപ്പറേറ്റ് റൂമായിട്ട് കിച്ചൺ ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ എല്ലാവരെയും കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കുക്കിങ്ങും നടക്കും, ബാക്കി കാര്യങ്ങളും നടക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വശം ഈ ഒരു ഓപ്പൺ കിച്ചണിനുണ്ട്. പിന്നെ നമുക്ക് ഈ കിച്ചൺ എന്ന് പറയുന്ന ഈ തീം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഫുള്ള് വൈറ്റ് ആണല്ലേ, ഫുള്ളൊരു വൈറ്റ് തീമാണ്. അപ്പോൾ ഈ നമ്മൾ ആദ്യമേ ഈ കിച്ചൺ പണിയുന്ന സമയത്ത് എനിക്ക് വൈറ്റ് തീമിനോട് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു. കാരണം മെയിനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട്, വൈറ്റ് അതുപോലെ കീപ്പ് ചെയ്യാൻ ഇച്ചിരി പാടല്ലേ. പക്ഷേ ഇച്ചാൻ എൻ്റെ ഹസ്ബൻഡിന് വൈറ്റ് തീം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ വൈറ്റ് തന്നെ ചെയ്യാം. പക്ഷെ കാണാൻ വൈറ്റ് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഫുൾ വൈറ്റ് ആയിരിക്കുമ്പോൾ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലും ഇച്ചായൻ നല്ലൊരു എപ്പോഴും ഇത് വൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ഇച്ചാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും നമ്മുടെ ജോക്കുട്ടനാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇത് ആ ഒരു വൈറ്റ് കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കിച്ചണിൻ്റെ ഫുൾ ഡിസൈൻ ചെയ്തേക്കുന്ന മീൻസ് അതിനുള്ള ഐഡിയാസ് എല്ലാം പറഞ്ഞേക്കുന്നത് നമ്മുടെ ഇച്ചായനാണ് കേട്ടോ. എനിക്കതിൽ വലിയൊരു റോളില്ല, എനിക്ക് അത്ര പിടുത്തമില്ല ഡിസൈനിങ്ങിനെ പറ്റിയൊന്നും. അപ്പോൾ ഇച്ചായനാണ് ഇതിൻ്റെ ആ ഒരു കബോർഡുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഐഡിയ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കിച്ചൺ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഞ്ച് ടോപ്പ്. ഇത് സ്റ്റോൺ ബെഞ്ച് ടോപ്പാണ്. ഇത് ശരിക്കും ഒരു മൊസൈക്ക് ഡിസൈനാണ്, പക്ഷേ കുറച്ച് സ്പാർക്ലിയാണ്, നല്ലൊരു സ്പാർക്കിൾ ഉള്ളൊരു സ്റ്റോണാണിത്. അപ്പോൾ ഇത് 40 mm ബെഞ്ച് ടോപ്പാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഇത് വാട്ടർഫോൾ എഡ്ജസ് ആണ് കണ്ടോ, ഇതിനെ വാട്ടർഫോൾ എഡ്ജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സിങ്ക് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബാർ സ്റ്റൂൾസ് ഇടുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ബാർ സ്റ്റൂൾസ് മേടിച്ചിട്ടില്ല. അത് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഇപ്പം 3 പേർക്ക് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെഗ് സ്പേസ് കണ്ടോ, കാലൊക്കെ വെക്കാൻ വേണ്ടി ലെഗ് സ്പേസും ഉണ്ട് അവിടെ. പിന്നെ അവിടെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചാർജിങ് പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബെഞ്ച് ടോപ്പിൽ ആകെയുള്ളത് നമ്മുടെ ഒരു സിങ്കാണ്. ഇത് ഡബിൾ സിങ്കാണ്. പിന്നെ ഈ ഒരു ടാപ്പ് എന്ന് പറയുന്ന ഒരു ലോങ് നെക്കായിട്ടുള്ള ടാപ്പാണ്. അത് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ അത് നമുക്ക് ഊരിയെടുക്കാം. കണ്ടോ, ഊരി മീൻസ് ഇതിന് ഫ്ലെക്സിബിൾ ആണ് കണ്ടോ, 2 സൈഡിലും കോർണറും ഒക്കെ. ഇപ്പോൾ സിങ്ക് കഴുകാൻ വേണ്ടി ആണെങ്കിൽ നമുക്ക് എല്ലാ കോർണറിലേക്കൊക്കെ വെള്ളം അടിച്ച് കഴുകാനൊക്കെ പറ്റും. അപ്പോൾ അത് അങ്ങനത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടുത്തെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും എല്ലാം അപ്പോൾ അത് അവൈലബിൾ ആണ്.
അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇത് മാത്രം നമ്മുടെ ഈ ബെഞ്ച് ടോപ്പിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇത്രയും ഒരു സ്പേസ് നമുക്ക് വേക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ കഴിക്കാൻ സെർവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റുമേ. പിന്നെ നമ്മുടെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാകും, നമ്മൾ ഈ കിച്ചണിൽ ഈ ഒരു ഓപ്പൺ കിച്ചണിൽ നമ്മൾ അധികം വോൾ ആർട്ടുകളോ അല്ലെങ്കിൽ കൂടുതൽ ഡെക്കറേഷൻസോ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പം ഇവിടെ തന്നെ ഫ്ലവർ വാസസോ അങ്ങനെയൊന്നും നമ്മൾ വെച്ചിട്ടില്ല. അപ്പം കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് പ്ലെയിൻ, അതാണ് നമുക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം സാധനങ്ങൾ അത്ര കാഴ്ചയിൽ വെച്ചിട്ടില്ല. ഇവിടെ ആകെ നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു പ്ലാന്റിൻ്റെ ചെറിയൊരു പോട്ടാണ് 2 വെച്ചേക്കുന്നത്. അത് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. പിന്നെ നമുക്ക് കിച്ചണിൻ്റെ ആ ഒരു ഹെഡിലായിട്ട് നമുക്ക് പെൻഡൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 3 പെൻഡൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സാധാ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പിലുള്ള ഒരു ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബെഞ്ച് ടോപ്പും പെൻഡൻ ലൈറ്റ്സും ഒക്കെ. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലെ സ്റ്റോറേജ് ഏരിയാസും കബോർഡും ഒക്കെ കാണാം. അപ്പോൾ അത് ഇവിടെ നമ്മൾ കണ്ടോ ഫുൾ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഓവർ ഹെഡ് കബോർഡുകളാണ്. പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഹൈറ്റ് ടോട്ടൽ 2.7 ആണ് സീലിംഗ് ഹൈറ്റ്. അപ്പോൾ ആ ഒരു സീലിംഗ് ഹൈറ്റ് ലെവൽ വരെ നമ്മൾ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്കത് കാഴ്ചയിൽ കുറച്ചുകൂടെ ഭംഗിയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നിര മാത്രമേ ഉള്ളെങ്കിൽ ഈ ഒരു ഇത്രയും സ്പേസ് വേക്കൻ്റ് ആയി കിടക്കും. അപ്പോൾ അത് ഞങ്ങൾക്ക് തോന്നി ഫുള്ള് വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയും തോന്നിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഈ സീലിംഗ് ഹൈറ്റ് വരെ നമ്മൾ കബോർഡ്സ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഫുൾ വൈറ്റ് ആണ്, പക്ഷേ ടെക്സ്ചർ ഒരു ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ഈ കബോർഡ്സ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പല വീടുകളിലും നമ്മൾ പോയി കണ്ടായിരുന്നു. നമ്മൾ ഈ വീട് പണിയുന്ന ആ സമയത്ത്, പണിയുന്നതിന് മുന്നേ ആ സമയത്ത് പോയി കണ്ടായിരുന്നു. അപ്പോൾ മിക്ക വീടുകളിലും തന്നെ ഈ ഒരു കിച്ചൺ അവർ ചെയ്തേക്കുന്ന ഒരു ഡബിൾ കളർ തീമിലാണ്. ഒന്നുകിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലെങ്കിൽ ബ്ലാക്കും വുഡൻ തീം, അല്ലെങ്കിൽ വൈറ്റും വുഡൻ തീം, അങ്ങനെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചാനും കൂടുതലും വൈറ്റാണ് പ്രിഫറൻസ്, ഫുൾ വൈറ്റ്. കാരണം ഈ ചാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ഫുള്ള് ചെയ്യുവാണെങ്കിൽ, നമ്മൾ അതുപോലെ സൂക്ഷിക്കുവാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ആ വൈറ്റിൻ്റെ ആ ഒരു ബ്യൂട്ടി അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ വൈറ്റ് തീം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഫുള്ള് വൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഫുള്ള് വൈറ്റ് ചെയ്തത്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വീട് പണിതിട്ട് 5 കൊല്ലമായി. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ ഈ കിച്ചണിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ ഓവർ ഹെഡ് കബോർഡ്സ് പോലെ നമുക്ക് താഴെയും കബോർഡുകളും ഡ്രോയേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആണ് ഞാൻ അതിൽ എന്തൊക്കെയാണ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മളത് ഇൻബിൽറ്റ് അവൻ ഉണ്ട്, നമുക്ക് കണ്ടോ, ഇത് നമ്മുടെ ഇൻബിൽറ്റ് അവനാണ്. പിന്നെ ഇത് മൈക്രോവേവ് ആണ്. അപ്പോൾ ഇത് ശരിക്കും ഇൻബിൽറ്റ് മൈക്രോവേവ് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഇൻബിൽറ്റ് മൈക്രോവേവ് വെച്ചില്ല, പകരം നമ്മൾ മേടിച്ച ഒരു മൈക്രോവേവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ ഇൻബിൽറ്റ് വെക്കുവാണെങ്കിൽ ആ ഗ്യാപ്പ് നമുക്ക് വരത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അവനും മൈക്രോവേവും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ പാചകത്തിന് ഏറ്റവും അത്യാവശ്യമായ നമ്മുടെ അടുപ്പ് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്ക് ടോപ്പ്, കണ്ടോ. അപ്പോൾ ഈ ഒരു കുക്ക് ടോപ്പിൽ 1 2 3 4 5 അടുപ്പുകളുണ്ട്, പല സൈസിലുള്ള. അപ്പോൾ നമുക്ക് ആ പല സൈസിലുള്ള ചെറുതും വലുതുമായ പാത്രങ്ങൾ ഒരേ സമയം ഇവിടെ കുക്ക് ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതൊരു ഗ്ലാസ് ഫിനിഷിലുള്ള ഒരു കുക്ക് ടോപ്പാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്യാസ് സിലിണ്ടർ മാറേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഒരു ഗ്യാസ് സപ്ലൈ എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് ഗ്യാസ് യൂസ് ചെയ്യാം. സിലിണ്ടർ മാറ്റി വെക്കുക, ലൈറ്റർ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാവേ. ഓക്കെ, അപ്പോൾ നമുക്കത് ഈ ഒരു അടുപ്പ് നമുക്ക് കത്തിക്കണമെങ്കിൽ ഇത് കണ്ടോ, കത്തി. അപ്പോൾ നമുക്ക് തീരെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കണ്ടോ, ഇത്രയുള്ള കാര്യം, ഓഫ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്ക് ടോപ്പ്. പിന്നെ നമ്മുടെ ഈ ഒരു കുക്ക് ടോപ്പിൻ്റെ സൈഡിൽ ഈ ഒരു ബെഞ്ച് ടോപ്പ് നമ്മൾ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഞ്ച് ടോപ്പ് അപ്പുറത്ത് കണ്ട ബെഞ്ച് ടോപ്പിൻ്റെ സെയിം ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ ഗ്ലാസ് സ്പ്ലാഷ് ബാക്ക് ആണ്. ഈ ഒരു കളറ് ഇതിനെ പെയിൽ പോണ്ട് എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. ഈ ഒരു കളറിലാണ് നമ്മൾ സ്പ്ലാഷ് ബാക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടോ. പിന്നെ ഇതാണ് നമ്മുടെ റെയിൻ ഹൂഡ്. ഈ റെയിൻ ഹൂഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അധികം ശബ്ദം കേൾക്കത്തില്ല. സാധാരണ നമ്മുടെ റെയിൻ ഹൂഡിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാവും. ഇതിന് മാക്സിമം ശബ്ദം കുറവാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാവേ. ഉണ്ടോ, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 1 തൊട്ട് 4 വരെ സ്പീഡ് ഉണ്ട്.
അപ്പോൾ ഞാൻ 2 ആണ് ഇട്ടേക്കുന്നത്. അപ്പം മറ്റു റേഞ്ച് വീടുകളെ അപേക്ഷിച്ച് ഇതിന് സൗണ്ട് അത്യാവശ്യം കുറവാണ്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ലൈറ്റ് ഉണ്ട്, കണ്ടോ? ഈ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം കുക്ക് ചെയ്യുന്ന സമയത്ത്. അതാണ് നമ്മുടെ റേഞ്ച് വീട്. പിന്നെ നമുക്ക് ഈ 2 സൈഡിലും നമ്മൾ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കുക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഇലക്ട്രിക് ബീറ്റർ, ഡൗ മിക്സർ, അതുപോലെ തന്നെ വേറെന്താണ്, മിക്സി, ഗ്രൈൻഡർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കുക്ക് ടോപ്പിൽ വെച്ച് തന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 പ്ലഗ് പോയിൻറ്റ്സ് ഈ കുക്ക് ടോപ്പിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കുക്ക് ടോപ്പ്. പിന്നെ അതുപോലെ വേറൊരു കാര്യമുള്ളത്, ഇവിടുത്തെ ഗ്ലാസ്സുകളിലും അതുപോലെ ഫ്ലവർ വാസുകളിലും ഒക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കാലിഗ്രഫി ആർട്ട് ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇത് കണ്ടോ, ഇതിൽ ശരിക്കും ഇങ്ങനെ ഒരു റൈറ്റിംഗ് ഇല്ലായിരുന്നു, അപ്പം ഞാൻ തന്നെ എഴുതിയതാണിത്, കണ്ടോ? അതുപോലെ ഇത് ഇവിടെയുണ്ട്, കണ്ടോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഞാൻ കിച്ചണിന് ചേരുന്ന ഒരു എന്താണ് കോട്ടാണ് എഴുതിയേക്കുന്നത്, കണ്ടോ? സീസൺ എവറിത്തിങ് വിത്ത് ലവ്. ഇഷ്ടപ്പെട്ടോ? പിന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. അപ്പം ഈ ഫ്രിഡ്ജിൻ്റെ നമുക്ക് ഇതിൻ്റെ വാട്ടർ കണക്ഷൻ നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഐസ് വാട്ടറും ഐസ് ക്യൂബ്സും ഒക്കെ കിട്ടും. അപ്പോൾ വാട്ടർ കണക്ഷൻ നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ തണുത്ത വെള്ളവും ഐസ് കട്ടയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമേ. പിന്നെ അത് ഇത് കണ്ടോ, ഇവിടെ ഞാൻ ചെറിയൊരു പോക്കറ്റ് നോട്ട്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പേനയും കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സോ അല്ലെങ്കിൽ ജോഹാൻ്റെ സ്കൂളിലെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുമ്പം മേടിക്കാൻ വേണ്ടി തീരുമ്പം ആ ലിസ്റ്റ് എഴുതി വയ്ക്കും. അപ്പോൾ ഈസി ആയില്ല, നമുക്ക് ആരാണ് ഷോപ്പിങ്ങിന് പോകണമെന്ന് വെച്ചാൽ അവർക്ക് ഈ ലിസ്റ്റ് കീറിക്കൊണ്ട് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരെണ്ണം വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓരോ ഡ്രോയേഴ്സിലും കബോർഡുകളിലും ഒക്കെ എന്താണ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ ഇത് നമ്മുടെ ബിന്നാണ് കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എല്ലാ കബോർഡുകൾക്കും ഡ്രോയേഴ്സിലും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്നിനും നമുക്ക് ഹാൻഡിലില്ല, എല്ലാം ഹാൻഡിൽ ഫ്രീ ആണ്. അപ്പോൾ ഇതെങ്ങനെ തുറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ 2 കയ്യിലും പ്ലേറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണെങ്കിൽ പോലും നമുക്ക് തുറക്കണമെങ്കിൽ ഇതേ നമ്മുടെ കാലും കൊണ്ട് ഒരു ചെറിയ പുഷ് കൊടുത്താൽ മതി, തുറന്നു വരും, കണ്ടോ? അപ്പോൾ ഇത് ഞങ്ങളുടെ ബിന്നാണ്. ഇത് 2 ബിന്നുണ്ട്, ഒന്ന് റിസൈക്കിൾ വേസ്റ്റും ഒന്ന് ജനറൽ വേസ്റ്റുമാണ്. എന്നിട്ട് അടയ്ക്കണമെങ്കിലും അതുപോലെ തന്നെ ഒരു പുഷ് കൊടുത്താൽ മതി, അതൊക്കെ അങ്ങ് പോയി അടഞ്ഞോളും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ ഡ്രോയേഴ്സും കബോർഡുകളും എല്ലാം തുറക്കുന്ന ഒരു പുഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ഡ്രോയേഴ്സ് കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രോയർ. ഇത് ശരിക്കും കട്ട്ലറീസിന് വേണ്ടിയുള്ള ഡ്രോയറാണ്. നമ്മുടെ സ്പൂണും ഫോർക്കും ബാക്കി തവകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഈ ഡ്രോയർ. പിന്നെ ഈ സെക്കൻഡ് ഡ്രോയർ വന്നിട്ട് ഫുള്ള് സ്റ്റോറേജ് ബോക്സസ് ആണ്. നമുക്ക് ഈ കറികളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പാത്രങ്ങളിൽ എടുത്തിട്ട് ഫ്രിഡ്ജ് വെക്കാനും ഒക്കെ സ്റ്റോറേജ് മെയിൻലി അതിനുള്ള കുറേ ബോക്സുകളാണ്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള സാധനം, സ്റ്റോറേജ് ബോക്സുകൾ. പിന്നെ നമുക്ക് ഈ ഡ്രോയറിലുള്ളത് നമ്മുടെ കുറച്ച് ക്ലീനിങ് ക്ലോത്തും ഏപ്രണും അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡിഷ് വാഷറാണ്. ഇത് ഇപ്പം ഞങ്ങൾ 3 പേരും ഉള്ളപ്പോൾ അധികം പാത്രം ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി പാത്രം കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഷ് വാഷർ യൂസ് ചെയ്യും. അടുത്തത് നമ്മുടെ സിങ്കിൻ്റെ താഴെ ഒരു കബേർഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അത് അത്യാവശ്യം വലുപ്പമുള്ള കബേർഡാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കാര്യമായിട്ടുള്ള സ്റ്റോറേജ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു ഡസ്റ്റ് പാൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ആ ഒരു ക്യാപ്സ്യൂളൊക്കെ ഇട്ട ഒരു പാക്കറ്റ് ഉണ്ട്, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നമുക്ക് ഈ സൈഡിലെ ഡ്രോയേഴ്സും കബോർഡുകളും നോക്കാം. മൈക്രോവേവും അവനും നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് താഴെ നമുക്ക് 2 ഡ്രോയേഴ്സ് ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഡ്രോയറാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പാത്രത്തിൻ്റെ ഒക്കെ അടപ്പുകളില്ലേ, ഫ്രൈങ് പാൻ്റെയും ഒക്കെ അടപ്പുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡ്രോയറാണിത്. അപ്പോൾ നമുക്ക് എളുപ്പം അടപ്പ് മാത്രം സ്റ്റോർ ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു ഡ്രോയറിൽ. പിന്നെ അടുത്തതിൽ നമുക്കുള്ളത് വീണ്ടും സ്റ്റോറേജ് ബോക്സ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ള സാധനം, സ്റ്റോറേജ് ബോക്സുകളാണ് കേട്ടോ. ഓക്കെ,
പിന്നെ ഈ ഒരു കബേർഡിൽ നമ്മൾ വെച്ചേക്കുന്നത് നമ്മുടെ ബോട്ടിൽസ് ആണ്. നമ്മളിപ്പം ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്കിന് നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകത്തില്ല, അപ്പോൾ അതിനുള്ള ഫ്ലാസ്കും ബോട്ടിലുകളും ഒക്കെയാണ്. പിന്നെ ജൊഹാൻ്റെ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ കബേർഡിൽ. പിന്നെ ഇതിൻ്റെ മേളത്തെ കബേർഡിൽ ഞാൻ വെച്ചേക്കുന്നത് ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളാണ്. ബേക്കിംഗ് ട്രേ, പല സൈസിലുള്ള ബേക്കിംഗ് ട്രേ, കപ്പ് കേക്ക് ട്രേകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ മേളത്തെ കബേർഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ ഈ ഒരു കബേർഡാണ്. ഇത് നമ്മുടെ മെഡിസിൻ കബേർഡാണ്. അത്യാവശ്യം ഫസ്റ്റ് എയ്ഡിൻ്റെ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ പിള്ളേരുടെ പാരഡോൾ സിറപ്പ്, ന്യൂറോഫിൻ, നമ്മുടെ സാനിറ്റൈസർ, വൈറ്റമിൻ ടാബ്ലറ്റ്സ്, പിന്നെ അത്യാവശ്യം ബാൻഡേഡുകൾ, അതൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ കാര്യമായിട്ടുള്ള ഐറ്റംസ്, കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റുകളൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു കബേർഡ്. ഓക്കെ. പിന്നെ ഈ കബേർഡ് നമ്മുടെ കുക്ക് ടോപ്പിൻ്റെ തൊട്ട് മേളിലുള്ള കബേർഡാണ്. അപ്പോൾ ഇതൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ അകത്തുള്ളൂ, ബിക്കോസ് ആ റേഞ്ച് വുഡിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കാര്യമായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടില്ല കേട്ടോ. ജൊഹാൻ്റെ ഒരു ഹെൽമെറ്റ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം നമുക്കിനി നമ്മുടെ മേളത്തെ ഈ ഒരു ഓവർ ഹെഡ് കബേർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കബേർഡിൻ്റെ അകത്ത് ശരിക്കും ഉള്ളത് നമുക്ക് ബർത്ത്ഡേകളും ഈ നമ്മുടെ ആനിവേഴ്സറിയൊക്കെ വരുമ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടി, പാർട്ടികളൊക്കെ വരുമ്പോഴത്തേക്കിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ ഒക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു കബേർഡാണിത്. ബലൂണുകളും അതുപോലെ ബലൂൺ പമ്പ്, പിന്നെ മേളിൽ നിങ്ങൾക്ക് കാണാം ചെറിയ ഫ്ലവറിൻ്റെ ഹാങ്ങിങ്സും ഒക്കെയുണ്ട്. അപ്പോൾ ഫുൾ പാർട്ടി ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതാണ് ഈ ഒരു കബേർഡ്. പിന്നെ ഈ കബേർഡ് എം ടി ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടില്ല. ഇത് എം ടി ആണ്. പിന്നെ ഇതും എം ടി ആണ്. ഈ രണ്ട് കബേർഡുകൾ എം ടി ആണ്. ഓക്കെ. പിന്നെ ഈ കബേർഡ് കണ്ടോ, ഈ കബേർഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസാണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എന്നൊക്കെയാണ്. ഇത് കണ്ടോ, നമ്മളുടെ ക്രിസ്തുമസ് കാലത്തെ നമുക്ക് ആവശ്യമുള്ള ഡെക്കറേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ജൊഹാനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറേജ് ഏരിയ ആണിത്. നമ്മുടെ ക്രിസ്മസ് ലൈറ്റുകൾ, ക്രിസ്മസ് ട്രീ ഇതേ മേളിലുണ്ട്. ഞാനും ഇച്ചാനും ഒക്കെ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാരായതുകൊണ്ട് ഈ കബേർഡുകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് വലിയ പാടില്ല കേട്ടോ. മേളിൽ നമ്മൾ ട്രീ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3 ട്രീ ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. അത് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റുകളും ക്രിസ്മസിൻ്റെ ടേബിൾ ക്ലോത്തും ക്രിസ്മസ് റീത്തും ഒക്കെയാണ് നമ്മളിതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ അതാണ് ഈ കബേർഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സൈഡിലെ കബേർഡുകൾ, സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ. ഇനി നമുക്ക് നമ്മുടെ ഡ്രോയേഴ്സിലേക്ക് പോകാം. താഴത്തെ കബേർഡുകളും ഡ്രോയേഴ്സും കണ്ടാലോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കുക്ക് ടോപ്പിൻ്റെ താഴെയുള്ള കബേർഡുകളും ഡ്രോയേഴ്സും തുറന്ന് അതിൽ എന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് നമുക്കിത് ഈ ഒരു കബേർഡ് തുറക്കാം. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചെറിയൊരു ജ്യൂസറുണ്ട്. ഇത് നമ്മുടെ ഇലക്ട്രിക് ബീറ്ററാണ്. പിന്നെ താഴെ നമുക്ക് ഹോട്ട് വാട്ടർ ബോട്ടിലും ചെറിയ ഹീറ്റ് പാക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഒത്തിരി സ്റ്റോറേജ് സ്പേസാണ്. നമുക്ക് എല്ലായിടത്തും ഒന്നും നമ്മൾ സാധനങ്ങൾ വെച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഈ കബോർഡിൽ. പിന്നെ ഈ ഒരു ഡ്രോയർ, ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മഗാർട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് നിറച്ച് വെച്ചേക്കുന്നത്. ഒരു കപ്പുകൾ ഞാൻ വിടത്തില്ല കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ് മഗിൻ്റെ അകത്ത്. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ ഈ ഒരു നേരത്തെ ഇട്ട വീഡിയോയിൽ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇത് ചെയ്യുന്ന വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഉറപ്പായിട്ടും ഞാനിത് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഡെക്കറേഷനും ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ കണ്ടോ. പിന്നെ പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മഗാർട്ടാണിത്. ഇഷ്ടപ്പെട്ടോ? ഇതൊട്ടും സമയം എടുക്കത്തില്ല കേട്ടോ. നമുക്കിത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതൊരു പ്ലെയിൻ കപ്പുകൾ മേടിച്ചിട്ട് ഞാനിതിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ എഴുതി അല്ലെങ്കിൽ പടം വരയ്ക്കുകയോ പെയിൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഈ ഡ്രോയർ. ഇതിനകത്ത് നമ്മളുടെ പ്ലേറ്റുകളൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പല സൈസിലുള്ള സെർവിങ് പ്ലേറ്റുകളാണ് ഇതെല്ലാം, ഉണ്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കുള്ളത് അഗെയിൻ ചെറിയ ട്രേസും ചെറിയ ബോൾസും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഒന്ന് രണ്ട് ട്രേയും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഈ ഒരു കബേർഡിൽ എന്താണെന്ന് നോക്കിയാലോ. ഇതിൻ്റെ അകത്ത് ചെറിയ കുഞ്ഞ് സ്റ്റോറേജ് പോട്ട്സ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ താഴെ നമ്മൾ കുറച്ച് പ്ലേറ്റ്, എപ്പോഴും യൂസ് ചെയ്യാത്ത കുറച്ച് പ്ലേറ്റ്സ് അവിടെ വെച്ചേക്കുന്നത്. അതാണ് ഈ കബോർഡിലുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ കിച്ചണിലെ ഞങ്ങളുടെ സ്റ്റോറേജ് കബേർഡുകളും അതുപോലെ ഡ്രോയേഴ്സും ഒക്കെ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വേറെ ഒരു ചെറിയൊരു സ്ഥലം കൂടി ഉണ്ട് കാണിക്കാനായിട്ട്. അത് നമ്മുടെ ബട്ട്ലേഴ്സ് പാൻട്രി ആണ്. അതൊരു ചെറിയൊരു കിച്ചണാണ്, ഒരു കുഞ്ഞ് കിച്ചൺ. നമുക്കെന്നാൽ ബട്ട്ലേഴ്സ് പാൻട്രി ഒന്ന് കണ്ടാലോ, വായോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ട്ലേഴ്സ് പാൻട്രി. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു സ്ലൈഡിങ് ഡോറാണ്, അതുപോലെ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ സ്ലൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ബട്ട്ലേഴ്സ് പാൻട്രി. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കിച്ചണാണ്, ഒരു സെക്കൻഡ് കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് മാക്സിമം ഒരു 2-3 പേർക്ക് മാക്സിമം നിൽക്കാം. അത്രയും ഒരു വലിപ്പമേ നമ്മുടെ ഈ ബട്ട്ലേഴ്സ് പാൻട്രിക്കുള്ളൂ. അപ്പോൾ ബട്ട്ലേഴ്സ് പാൻട്രി നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ബട്ട്ലേഴ്സ് പാൻട്രി സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രിക് ഇൻഡക്ഷൻ, ഒരു കുക്ക് ടോപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ഡിഫറൻസ്. അപ്പോൾ നമുക്കിനിയും ഈ ഒരു ബട്ട്ലേഴ്സ് പാൻട്രിക്കകത്ത് എന്നൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയാലോ, വാ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ സിങ്ക് അല്ല, പക്ഷെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിങ്കാണ്. പിന്നെ ഈ ഒരു ടാപ്പ് ഇത് ഫ്ലെക്സിബിൾ ആണ്, കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടാപ്പാണ് 2 വശത്തേക്കും. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടർ പ്രൊവിഷനുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഞാനിതൊരു ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു ചെറിയൊരു സ്റ്റാൻഡാണ്, ഹാങ്ങിങ് ആണ്. ഇത് ശരിക്കും നമുക്ക് പാത്രം കഴുകാൻ വേണ്ടി ലിക്വിഡ് ഞാനിതിൽ ഫില്ല് ചെയ്ത് വെക്കും. പിന്നെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് 2 ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കിച്ചണിൽ നമ്മൾ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൈയൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ചെറിയ ടവൽ 2 പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ സ്പഞ്ചൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രേ ആണ്. പിന്നെ ഇവിടെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ഒരു ചെറിയൊരു ഡിഷ് റാക്ക് കൊടുത്തിട്ടുണ്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണിത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കെറ്റിലുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട്. പിന്നെ ഇവിടെ ഞാൻ ചെറിയൊരു ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ചുമ്മാ ഞാൻ കത്തിക്കാറുണ്ട് കേട്ടോ. അതാണ് ചെറിയ നല്ലൊരു സെൻറ്റഡ് ക്യാൻഡിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ കുക്ക് ടോപ്പ്, ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണിത്. അപ്പോൾ ഇവിടെ എന്തേ കണ്ടോ, പല സൈസിലുള്ള പാത്രങ്ങൾ ഒരേ സമയം വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇൻഡക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര കൺവീനിയൻറ്റ് യൂസാണ്. കാരണം നമുക്ക് ചൂടൊക്കെ എളുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഇത് ഒരു ഫ്ലാറ്റ് നല്ലൊരു ഗ്ലാസ് ഫിനിഷുമാണ്, അതുകൊണ്ട് ക്ലീനിങ് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ ഓൺ ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു ടച്ച് സ്ക്രീൻ, ഒരു മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഇതിന്. അപ്പോൾ നമുക്കിപ്പോൾ ഈ അടുപ്പാണ് ചൂട് മീൻസ് കുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ഇവിടെ ഞെക്കുക, എന്നിട്ട് നമുക്കിത് കണ്ടോ ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് ആ ഓൺ ദ സ്പോട്ടിൽ ആ ചൂട് കുറയുകയും കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഒരു ഇൻഡക്ഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോളാർ ഉള്ളതുകൊണ്ട് നമുക്ക് സമ്മറിൽ മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു മെത്തഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കപ്പോൾ ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ റേഞ്ച് വുഡാണ്. ഈ റേഞ്ച് വുഡ് മറ്റേതുപോലെയല്ല, അത്യാവശ്യം ശബ്ദമുള്ള റേഞ്ച് വുഡാണ്. അപ്പോൾ ഇത് ഓൺ ആക്കുമ്പോൾ ഞങ്ങൾ ആ ഡോറ് ക്ലോസ് ചെയ്തിടും. അപ്പോൾ നമുക്ക് ആ ശബ്ദം പുറത്തേക്ക് അധികം വരത്തില്ല. പിന്നെന്താണ്, ഇത് കണ്ടോ, ഇത് നമുക്കൊരു കവറിങ് ഇല്ല, ഇത് ഫുള്ള് ഇതിങ്ങനെ കാണാൻ പറ്റും. മറ്റേന്ന് വെച്ചാൽ നമുക്ക് അകത്തൂടെ പോകുന്നതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ റേഞ്ച് വുഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഇവിടുത്തെ സ്റ്റോറേജ് ഏരിയാസ് ഒക്കെ ഒന്ന് കണ്ടാലോ. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കബേർഡ് കണ്ടോ, ഈ ഒരു കബേർഡിൻ്റെ അകത്ത് ഞാൻ വെച്ചേക്കുന്നത് ഈ ഒരു പ്ലേറ്റ് റാക്ക് ഉണ്ട്.
ഇത് ഞങ്ങൾ 3 പേരുമല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഞങ്ങൾ എടുക്കുന്ന പ്ലേറ്റ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും മറ്റേ ഡ്രോവറിൽ പോയി പ്ലേറ്റ് എടുക്കുകയോ എല്ലാം കൂടെ മിക്സ് ആക്കണ്ടല്ലോ. ഇപ്പം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്ലേറ്റും അതുപോലെ നമ്മൾ ചായ ഇടാൻ വേണ്ടിയുള്ള സോസ് പാൻ, പിന്നെ കറി വെക്കുന്ന ഒരു പാത്രമുണ്ട്, പിന്നെ കാസറോള്, പിന്നെ നമ്മുടെ കഞ്ഞി വാർക്കുന്ന ഒരു പാത്രമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴും അത്യാവശ്യം വരുന്ന കുറച്ച് പാത്രങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഈ ഒരു കബോർഡിൽ. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്നാക്സ് ആണ് ഈ ഒരു മേളിലത്തെ റാക്കിൽ ഞാൻ വെച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഒരേപോലെ ഡിസൈനിലുള്ള പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്നാക്സ് ആണ് ഈ ഒരു കബേർഡ്. പിന്നെ ഈ കബേർഡിൽ നമ്മുടെ റൈസ് ഐറ്റംസ് ആണ്, നമ്മുടെ കുത്തരിയും അതുപോലെ പച്ചരി, ബസ്മതി അരി, അങ്ങനത്തെ ഗോതമ്പ് പൊടി, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ ഈ സെക്കൻഡ് റാക്കിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളുടെ സ്റ്റോറേജ് ബോക്സുകളിലും ഞാൻ തന്നെ ഇത് എഴുതിയിട്ടുണ്ട്, കണ്ടോ. മെയ്ഡ് വിത്ത് ലവ്, ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്, പ്ലസ് ദിസ് കിച്ചൺ, എല്ലാം നമ്മുടെ കിച്ചൺ ആൻഡ് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് ആണ് ഞാൻ ഇതിലെല്ലാം എഴുതിയേക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഈ കബേർഡ് ഇവിടെ ഞാൻ ഈ താഴത്തെ റാക്കിൽ വെച്ചിരിക്കുന്നത് നമ്മളുടെ ടീ, കോഫി, അതുപോലെ തന്നെ ഷുഗറാണ്. ഈ എനിക്ക് ഈ ചെറിയ കണ്ടോ ബ്ലാക്ക് എനിക്ക് ഇഷ്ടം, നല്ല ഭംഗിയില്ലേ കാണാൻ, കുഞ്ഞി ചെറിയ പോട്ട്സ്. അപ്പോൾ ഇതിനകത്താണ് ടീ, ഷുഗർ, കോഫി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലത്തെ ആ ഒരു ജാഴ്സിൽ ഞാൻ അത് നമ്മുടെ പാക്കറ്റ് ചെയ്ത് പൊട്ടിച്ച് അതിനകത്ത് ഇടും. എന്നിട്ട് ഇത് തീരുന്ന അനുസരിച്ച് റീഫിൽ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ കോഫി കബോർഡാണിത്, കോഫി പ്ലസ് ടീ. പിന്നെ ഇതിൻ്റെ മേളിൽ ഞാൻ വെച്ചേക്കുന്ന ഹോൾ സ്പൈസസ് ആണ്, നമ്മുടെ പെരിഞ്ചീരകം, അതുപോലെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ചെറിയ സ്പൈസിൻ്റെ ചെറിയ ജാഴ്സും ഉണ്ട്, സിനമൺ, അതുപോലെ ഒറിഗാനോ ലീവ്സ്, അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ലൊരു സ്പൈസ് മണമാണ്, മൊത്തത്തിൽ ഏലക്കായുടെയും കപ്പിപ്പൊടിയുടെയും ഒക്കെ ഒരു മണമാണ്. അപ്പോൾ അതാണ് ഈ കബോർഡിൽ. ഇനിയും ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് മസാലകളും പൊടികളും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു ചെറിയ 2 ടയർ ഒരു ചെറിയ റൗണ്ട് ടേബിളാണ്, റൊട്ടേറ്റിംഗ് ആണ്, ടേൺ ചെയ്യുന്ന ഒരു സ്റ്റോറേജ് റൗണ്ട് ടേബിളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാ സ്പൈസുകളും എന്തേ കണ്ടോ വെച്ചിട്ടുണ്ട്. ഒരേപോലെയുള്ള ചെറിയ ജാറുകളിലായിട്ട് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ ഉപ്പുണ്ട്, കടുകുണ്ട്, പിന്നെ ഒലിവ് ഓയിലും ഇവിടെ സാധാരണ കനോല ഓയിലാണ് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് ഈ ഒരു ടേബിളിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഗ്യാസ് അല്ലാത്തത് കൊണ്ട് തീ വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെക്കുന്നത് കൊണ്ട് ഇതിനൊന്നും കരി പിടിക്കുകയോ പുക പറ്റുകയോ ഒന്നും ചെയ്യത്തില്ല, ഇൻഡക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ അതും ഒരു കൺവീനിയൻ്റ് ആണ്. പിന്നെ ഈ സൈഡിലെ കബോർഡിൽ ഞാൻ വെച്ചിരിക്കുന്നത് അത് നമ്മുടെ കടല, ചെറുപയർ, പരിപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഇതെല്ലാം ഗ്ലാസിൻ്റെ ജാറുകളാണ്. അപ്പോൾ നമ്മൾ കൂടുതലും പൊടികളൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ കുപ്പികളിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഗ്ലാസ് ജാർസ് ആണ്. ഇതാണ് അത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഞാൻ ചെറിയൊരു നൈഫ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് സൈസിലുള്ള നമ്മുടെ കത്തികളുണ്ട്, അതാണിത്. പിന്നെ ഈ ഒരു കോർണറിലാണ് നമ്മൾ മിക്സി വെച്ചേക്കുന്നത്, കണ്ടോ. മിക്സിയുടെ കുട്ടി ജാറുകളും വലിയ ജാറുകളും ഒക്കെ അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കബേർഡ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കാണുള്ളത്. അപ്പോൾ നമുക്ക് കൈയിട്ട് എടുക്കാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാണാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ആവശ്യമില്ലാത്ത ഐറ്റംസാണ് ഈ ഒരു കബേർഡിൽ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേളിലത്തെ 2 റാക്കുണ്ട്. മേളിലത്തെ റാക്കിൽ ഞാൻ മെയിനായിട്ട് നമ്മുടെ ഫുഡ് കളറിങ് ഉണ്ട്, അതുപോലെ തന്നെ ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് ഡെക്കറേഷനുള്ള ഐറ്റംസ്, അതൊക്കെയാണ് സ്പ്രിങ്കിൾസ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ താഴെയും അതുപോലെ എപ്പോഴും ആവശ്യമില്ല, അത് പിടിയപ്പത്തിൻ്റെ അച്ച്, അതുപോലെ അച്ചപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ അച്ചുകൾ, അങ്ങനത്തെ റാൻഡം ഐറ്റംസ്, അധികം യൂസ് ചെയ്യേണ്ടാത്ത ഐറ്റംസൊക്കെയാണ് ഈ കബോർഡിൽ വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു കബേർഡാണ്. ഇവിടെ ഫുൾ നമ്മൾ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ഓപ്പൺ കബേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. ഇത് ഇവിടുന്ന് താഴെ വരെയുണ്ട്, ഫുള്ള് ഓപ്പൺ ആണ്, കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് സ്റ്റോറേജ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല.
അപ്പം മേളിൽ ഈ വൈൻ ഗ്ലാസ്സുകൾ കണ്ടോ, ഇത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മേടിച്ച് ഈ വൈൻ ഗ്ലാസ് ഞാൻ മേടിച്ച് പെയിൻറ്റ് ചെയ്യുന്നതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതാണിത്. അല്ലാതെ ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ സ്റ്റോർ ചെയ്തിട്ടില്ല. വൈൻ ഗ്ലാസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ ഒക്കെയുള്ള ഗ്ലാസ്സുകളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഗ്ലാസ്സുകളിലും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. എല്ലാ ഗ്ലാസ്സുകളും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കണ്ടോ. ഇതേ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പ്ലെയിൻ ഗ്ലാസ് ആണ് കൂടുതലും മേടിക്കുന്നത്. എന്നിട്ട് ഞാൻ തന്നെ അകത്തേൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് വരയ്ക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അത് രണ്ടോ. പിന്നെ ഇവിടെ മെയിൻ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, നമ്മുടെ കട്ടിംഗ് ബോർഡ് കണ്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബാംബുവിൻ്റെ ഒരു കട്ടിംഗ് ബോർഡാണ്. ഇതാണ് നമ്മുടെ കട്ടിംഗ് ബോർഡ്. പിന്നെ ഇതിൻ്റെ താഴത്തെ കബോർഡുകളിലൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മുടെ മിക്സിയുടെ കണക്ഷൻ കൊടുത്തേക്കുന്നത് അവിടെ നമ്മൾ ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ നമ്മൾ വയറ് വലിച്ചത് ഇവിടെയാണ് പ്ലഗ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. മിക്സിയുടെ കണക്ഷനാണ് അവിടെ ഞാനൊന്നും വെച്ചിട്ടില്ല. ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇവിടെ ഞാൻ നമ്മുടെ തവികളൊക്കെ തൂക്കാൻ വേണ്ടി ഞാൻ ഇതേയുണ്ട്. ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു സാധനം ഓൺലൈനിൽ മേടിച്ചതാണ്. ഇത് ആമസോണിലൊക്കെ ഉണ്ട്. ഞാനിത് eBay എന്നാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അത് എനിക്ക് തൂക്കിയിടാൻ വേണ്ടി എളുപ്പമാണ്. പിന്നെ പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ഇവിടെ മഗാർട്ട് കാണാം. വൈറ്റ് കപ്പുകളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കബോർഡിൻ്റെ അകത്ത്. ഇതിന് താഴെ എല്ലാം എംപ്റ്റി ആണ്. പിന്നെ നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൻ്റെ താഴെ നമുക്കൊരു അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് ഉണ്ട്. അതിനകത്ത് വേറെ ഒന്നുമല്ല, നമ്മുടെ പാത്രങ്ങളാണ്. നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളും ഡവറകളും നമ്മുടെ കുക്കറുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ താഴത്തെ റാക്കിൽ ഞാൻ അരിയില്ലേ, നമ്മുടെ അരിയുടെ ചാക്കും ഗോതമ്പൊടിയുടെ ചാക്കും ഒക്കെയാണ് വെച്ചേക്കുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സ്റ്റോറേജ്. ഫുൾ പാത്രങ്ങളാണ്. അതാണ് ഇതിൻ്റെ അടിയിൽ. നെക്സ്റ്റ് നമുക്കിത് ഈ ഒരു കബോർഡ് ഈ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് റാക്കുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ട്രേ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ നമുക്ക് സവാള എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ട്രേ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് അധികം എനിക്ക് യൂസ് ചെയ്യേണ്ടാത്ത കുറച്ച് നമുക്ക് ഈ ഓരോ സാധനം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഗ്ലാസിൻ്റെ ചെറിയ കുപ്പിക്കകത്ത് കിട്ടത്തില്ലേ. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിത് കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കേണ്ട വന്നാലെന്ന് വിചാരിച്ച് അവിടെ വയ്ക്കും. പിന്നെ ഈ ഒരു താഴത്തെ റാക്കിൽ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൈൻഡറും അതുപോലെ തന്നെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ. അതിനകത്തോട്ട് നമുക്ക് ആ കോർണർ ആയതുകൊണ്ട് അതിനകത്ത് ഉള്ളിലേക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കേണ്ടാത്ത പാത്രങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതാണ് ആ റാക്കിൻ്റെ അകത്ത്. ഓക്കെ. ഇനി നമ്മുടെ ഈ സിങ്കിൻ്റെ താഴെ നമ്മളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കബോർഡാണ്. 2 റാക്കുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിൻലി നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയുള്ള ലിക്വിഡും അതുപോലെ തന്നെ സ്പോഞ്ചസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബിൻ ലൈനേഴ്സും. പിന്നെ താഴെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കവർ മേടിക്കത്തില്ല. അപ്പോൾ ആ ഒരു കവറൊക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറേജ് ഏരിയ ആണത്. അതൊക്കെയാണ് നമ്മുടെ ഈ കബോർഡിൻ്റെ അകത്തുള്ളത്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഒരു കിച്ചൺ ടൂറും അതുപോലെ കിച്ചണിലെ ഓർഗനൈസേഷനും കാര്യങ്ങളും ഒക്കെ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ടേക്ക് കെയർ. അപ്പോൾ ഇനി നമ്മൾ വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ജോക്കുട്ടനും ഒന്നുമില്ല. ഇച്ചായൻ ക്യാമറമാനാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളെല്ലാവരും കൂടെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടാറ്റ, ബൈ ബൈ.